തുടർച്ചയായ 4ാം വിജയത്തോടെ ശശി തരൂർ ചരിത്രമെഴുതി. 3 തവണ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച എ ചാൾസിന്റെ റെക്കോർഡ് മറികടന്നു. UDF തരംഗം ആഞ്ഞു വീശിയപ്പോഴും തരൂരിന് ഇത്തവണ ലഭിച്ചത് 2019 വമ്പൻ വിജയമായിരുന്നില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലെ വിജയം 2014 തനി ആവർത്തനം. വീണ്ടും ഒരിക്കൽ കൂടി വിശ്വപൗരൻ തിരുവനന്തപുരത്ത് നിന്നും ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകുന്നു. വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയ രാവിലെ 9 മണി മുതൽ ലീഡ് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനായിരുന്നു. 10,000-ൽ താഴെ ലീഡ് അദ്ദേഹം സ്ഥിരതയോടെ നിലനിർത്തി. 5 റൗണ്ടായപ്പോൾ ലീഡ് 25,000-ലെത്തി. ഇതോടെ തരൂർ തോക്കുമെന്ന ആദി UDF ക്യാമ്പിൽ പരന്നു. 2 താമര വിരിയാൻ പോവുകയാണ് കേരളത്തിൽ. 2 താമര, തൃശ്ശൂരും തിരുവനന്തപുരത്തും താമര വിരിയാൻ പോകുന്നു. വലിയ ഒരു നേട്ടമാണ് BJP നേതൃത്വം നൽകുന്ന NDA കേരളത്തിൽ കൊയ്യാൻ പോകുന്നത്. വോട്ടെണ്ണൽ 10 റൗണ്ട് പിന്നിടുമ്പോൾ ലീഡ് 25,000 നിലനിർത്താനായാൽ ഇക്കുറി തിരുവനന്തപുരത്ത് താമര വിരിയിക്കാനാകുമെന്നായിരുന്നു BJPയുടെ കണക്കുകൂട്ടൽ. പക്ഷേ 7ാം റൗണ്ട് പിന്നിട്ടപ്പോൾ കണക്കുകൾ പാളിത്തുടങ്ങി. പതുങ്ങിയ തരൂർ കുതിച്ചു തുടങ്ങി. പിന്നിങ്ങോട്ട് തരൂരിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഉച്ചയ്ക്ക് 1:30 ശശി തരൂരിന് 193 വോട്ടിന്റെ ആദ്യ ലീഡ്. അപ്പോഴേക്കും BJP ലീഡ് നേടുന്ന നഗര വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിരുന്നു. തരൂരിന്റെ ശക്തി കേന്ദ്രങ്ങളായ തീരദേശ മേഖലയും ന്യൂനപക്ഷ വോട്ടുകളും എണ്ണും മുൻപേ തന്നെ അദ്ദേഹം ലീഡിലേക്ക് കുതിച്ചു തുടങ്ങി. തീരദേശം കൈപിടിച്ചതോടെ ശശി തരൂർ 16,000 വോട്ടിന് വിജയിച്ചു. 2 എതിരാളികളും നല്ലൊരു മത്സരം ചെയ്തു. നന്നായി അവർ പോരാട്ടം നടത്തി. ഇവിടെ രാജീവ് ചന്ദ്രശേഖരും പനിയൻ രവീന്ദ്രനും ഞാൻ 2 പേർക്കും ബഹുമാനത്തോടെ ഒരു കൺഗ്രാജുലേഷൻസ് പറയുന്നു. ഇത് എളുപ്പമായിരുന്നില്ല. പക്ഷെ അവസാനത്തിൽ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ഞാൻ ഈ നഗരത്തിൻ്റെ, ഈ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ സേവനം ചെയ്യാൻ തയ്യാറാണ്. ശക്തി കേന്ദ്രമായ കോവളത്ത് BJP 2ാം സ്ഥാനത്തെത്തിയത് ശശി തരൂരിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. 3ാം തവണയും തഴയപ്പെട്ടത് CPIക്ക് 3ാമത്തെ ദുരന്തമായി. PR വർക്കും പണമൊഴുക്കലും മാത്രം മതിയാകില്ല വിജയിക്കാനെന്ന് BJPക്കും ഇതൊരു പാഠമാണ്. ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.